എടുത്തിട്ട് ഇവിടുത്തെ ഭരണകൂടം ഇപ്പോഴും പുതിയ പുതിയ മസ്ജിദുകളും ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ് ആ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ് പൊളിച്ചെടുക്കുമ്പോ നമുക്ക് അവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഹസ്ബി അല്ലാഹ്, നമുക്ക് നമ്മുടെ റബ്ബ് മതി. നമ്മൾ ആരും പേടിക്കരുത്. ഏത് ഭരണാധികാരി വന്നാലും, ആധുനിക നമ്പറുകളാകുന്ന മോദി വന്നാലും, അല്ലെങ്കിൽ സുരേന്ദ്ര വന്നാലും, അല്ലെങ്കിൽ ആ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയെ പോലെയുള്ള ഭീകരന്മാരായ ആളുകൾ വന്നാലും നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്നിടത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പരീക്ഷണങ്ങൾ വരട്ടെ, ഏത് പ്രയാസങ്ങൾ വരട്ടെ, ഏത് പ്രതിസന്ധികൾ വരട്ടെ, പക്ഷെ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. എല്ലാം റബ്ബിന്റെ തീരുമാനം കൊണ്ട് മാത്രമേ നടക്കൂ എന്നുള്ള ആ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മെ പരാജയപ്പെടുത്താൻ ഈ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. എന്തെല്ലാമാണ് SIR-ന്റെ പേരില്, അതിന്റെ പേരിൽ വോട്ടാക്രമിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവരോട് നമുക്ക് പറയാനുള്ളത്, ഹസ്ബി അല്ലാഹ്, നമുക്ക് അല്ലാഹ് മതി, നമുക്ക് അല്ലാഹ് മതി. നമ്മുടെ മതം പരിശുദ്ധമായ ഇസ്ലാം മതമാണ്. ആ മതം മാത്രമാണ് അംഗീകരിക്കുന്ന മതം. ആ മതം മതി എന്ന ഉറച്ച വിശ്വാസത്തില്, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി എന്ന ആ ഒരു ധ്യേയവാക്യത്തില് അടിയുറച്ചു നിൽക്കുമ്പോ നമ്മെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ നമ്മളാകണം. ഒരുപാട് ഇബ്രാഹിംമാർ വളർന്നു വരണം, ഒരുപാട് ഇസ്മായിൽമാർ വളർന്നു വരണം. എന്തിന്? അവർക്ക് ലോകത്തെ ഇത്രയും വലിയ ഉന്നതിയിലേക്ക് എത്താൻ കാരണം അവർ വലിയ വിജ്ഞാനമുള്ളവരായിരുന്നു. അല്ലാഹു അവർക്ക് വലിയ അറിവ് കൊടുത്തു. പ്രവാചകന്മാർ അറിവിന്റെ കേന്ദ്രങ്ങളാണ്, അറിവിന്റെ കേന്ദ്രങ്ങളാണ് അവര്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, മുസ്ലിം വിഭാഗം പിന്നോക്കത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്, അറിവിന്റെ കുറവാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ അറിവിന്റെ പാദത്തിലേക്ക്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മതം പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞേക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടില് ഡോക്ടർമാർ വളർന്നു വരണം. അത് പറഞ്ഞു പോയാണ്. നമ്മുടെ നാട്ടിലൊരു ഡോക്ടറും ഇല്ല, അല്ലേ? നമ്മുടെ നാട്ടിലൊരു ഡോക്ടർ വരണം, നമ്മുടെ നാട്ടിൽ എഞ്ചിനീയർ വരണം, നമ്മുടെ നാട്ടിൽ IPS വരണം, നമ്മുടെ നാട്ടിൽ അഡ്വക്കേറ്റുമാർ വരണം. ഒരുപാട് ഏതെല്ലാം മേഖലകളിൽ ജോലി, ഗവൺമെന്റുകളിൽ ജോലികളുണ്ടോ അതിലെല്ലാം കയറിപ്പറ്റാൻ നമ്മൾ സാധിക്കണം. നമ്മൾ എന്താ ചെയ്യാ? ഞാനും എന്റെ കുടുംബവും മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എങ്ങനെയാണ് എളുപ്പത്തിൽ പൈസ ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു വിടുന്ന ഗൾഫിലേക്ക് പറഞ്ഞു